الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടാവും സംരക്ഷകനുമായ റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ മതത്തിലെ സ്ത്രീ അവൾ അവഗണിക്കപ്പെടുന്നവളാണ്, അനാദരിക്കപ്പെടുന്നവളാണ്. ഇസ്ലാമിലെ സ്ത്രീ എന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നവളാണ്. ഇസ്ലാമിൽ സ്ത്രീയുടെ ജീവിതം അടിമ തുല്യമാണ്. ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ പരിശോധിച്ചാൽ എല്ലാം
പുരുഷ മേധാവിത്വമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇസ്ലാമിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ സ്ത്രീകളെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ, നിങ്ങൾക്ക് പരിഗണന ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കണമെങ്കിൽ, ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അഭ്രപാളികളിലൂടെ മിന്നിമറയുന്ന താരങ്ങൾ പ്രചരിപ്പിക്കുന്ന ലിബറലിസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും വക്താക്കളായിക്കൊണ്ട് ജീവിക്കുക. നിങ്ങളുടെ മതം നിങ്ങൾ ഉപേക്ഷിക്കുക. എന്നിട്ട് ഇസ്ലാമിൻ്റെ പുറത്ത് കടന്നാൽ നിങ്ങൾക്ക് സർവ്വവിധ സ്വാതന്ത്ര്യവും ലഭിക്കും. അതുമാത്രമാണ് സ്വതന്ത്രമായ ഒരു ജീവിതത്തിന് നിങ്ങൾക്ക് കരണീയമായിട്ടുള്ളത് എന്നൊക്കെ ഈ അടുത്ത കാലത്തായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഈ രൂപത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സർവ സ്വാതന്ത്ര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് പുറത്തു കടന്നുകൊണ്ട് ഇന്ന് സ്വതന്ത്ര ചിന്തകർ എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന, അതല്ലെങ്കിൽ എത്തിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന, ഭൗതികവാദികൾ എന്നറിയപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കണം. അതുമല്ലെങ്കിൽ സിനിമാ സ്ക്രീനുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന സ്വതന്ത്രമായ ലിബറലിസത്തിൻ്റെ ചിന്താഗതികളുമായി കൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്നൊക്കെയാണ് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി അവർ മുന്നോട്ട് എടുത്തു വെക്കുന്നത്. ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിലൂടെ, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട മീഡിയകളുടെ അന്തിചർച്ചകളൊക്കെ കാണുന്നവരും കേൾക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. അത്തരത്തിലുള്ള ജീവിതക്രമം നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള സങ്കേതങ്ങളിൽ പോലും സുരക്ഷയില്ല. ഞങ്ങളിവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ്, ഞങ്ങൾക്കിവിടെ അപകടങ്ങൾ ഒരുപാടുണ്ട്, ഞങ്ങളിവിടെ ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവിടെ പുരുഷ മേധാവിത്വമാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയപ്പെടുന്ന, സർക്കാർ നിശ്ചയിച്ച ഒരു കമ്മിറ്റി പോലും അത് തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് കുഴപ്പം എന്നുള്ളതാണ്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നും അവഗണിക്കപ്പെടുന്നു എന്നും അനാദരിക്കപ്പെടുന്നു എന്നും സ്ത്രീ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് എന്നും പുരുഷ മേധാവിത്വമാണ് എന്നൊക്കെ പറയണമെങ്കിൽ തീർത്തും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെയും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയും തീർത്തും കണ്ണടച്ചു മാറ്റിവെച്ചെങ്കിൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഒരു വേള നാം മനസ്സിലാക്കിയാൽ, ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയ്യത്തിലെ ജീവിതത്തിന് ശേഷം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സുന്ദരമായി ഇസ്ലാമിൻ്റെ തീരത്തേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. വല്ലാഹി ഇന്നാ കുന്നാ ഫിൽ ജാഹിലിയ്യ, അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ ജാഹിലിയ്യത്തിലായിരുന്നു. ഞങ്ങളുടെ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് സ്ത്രീകൾക്ക് നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തരുന്നതുവരെ ഞങ്ങളുടെ ജാഹിലിയ്യ ജീവിതത്തിൽ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സ്ഥാനമാനങ്ങളും ഞങ്ങൾ നൽകിയിരുന്നില്ല. അവരെ ഞങ്ങൾ പരിഗണിച്ചിട്ടേയില്ല. അതായിരുന്നു ജാഹിലിയ്യത്ത്.
6-ാം നൂറ്റാണ്ട് അങ്ങനെയായിരുന്നു. സ്ത്രീകൾ വെറും ഒരു വസ്തുവായി മാത്രം ജീവിച്ചിരുന്ന, പുരുഷന്മാർ യാതൊരു തരത്തിലുള്ള സ്ഥാനമാനങ്ങളും സ്ത്രീകൾക്ക് നൽകാത്ത ഒരു കാലഘട്ടം. എല്ലായിടത്തും സ്ത്രീകൾ 2ാം നിര പൗരയായിരുന്നു. അവർക്കൊരു തരത്തിലുള്ള സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ നിയമങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ റോമൻ നിയമങ്ങളിൽ സ്ത്രീയുടെ സ്ഥാനം എഴുതി ചേർത്തത് അടിമകളുടെ കൂടെയായിരുന്നു. ഏത് സംസ്കാരങ്ങൾ, ആ കാലഘട്ടത്തിലെ സംസ്കാരങ്ങളൊക്കെ എടുത്താലും പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ പ്രോപ്പർട്ടി മാത്രമായിരുന്നു സ്ത്രീകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ജാഹിലിയ്യത്തിലെ അറബികളാവട്ടെ വളരെ ക്രൂരമായിട്ടായിരുന്നു സ്ത്രീകളോട് പെരുമാറിയത് എന്ന് ചരിത്രം പഠിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അവർക്ക് സ്വത്തവകാശം, അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല. വിവാഹ സമയത്ത് ലഭിക്കുന്ന മഹർ അതുപോലും പിതാവിന് അർഹതപ്പെട്ടതായിരുന്നു, സ്ത്രീക്ക് അർഹതപ്പെട്ടതല്ല, സ്ത്രീയുടെ പിതാവിന് അർഹതപ്പെട്ടതായിരുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്ന് സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും, സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്നുള്ളതാണ്. ഇത്രയും മോശമായി നീരസത്തോടെ സ്ത്രീകളെ കണ്ടിരുന്ന ഒരു ജനവിഭാഗത്തിലേക്കാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദീപശിഖയുമായി കൊണ്ട് കടന്നു വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ട് സ്ത്രീകളെ മോശമായി കാണുന്ന, സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്ന, സ്ത്രീകളെ അപമതിക്കുന്ന, അനാദരിക്കുന്ന, അവഗണിക്കുന്ന, സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും നൽകപ്പെടാത്ത ഒരു ജനവിഭാഗത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് സൂറത്തു നിസായിലെ 1-ാമത്തെ വചനം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഓതി കേൾപ്പിച്ചു കൊടുത്തു. എന്താണത്? അതെ, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം നയിക്കണം. ആരാണ് ആ റബ്ബ്? അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അതെ, നിസാഇനെയും റിജാലിനെയും ഒക്കെ, പുരുഷനെയും സ്ത്രീയെയും ഒക്കെ ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാം ഒരാത്മാവിൽ നിന്നാണ്. എല്ലാവരും ഒരു അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഒരാദമിന്റെയും അതുപോലെ തന്നെ ഹവ്വയുടെയും സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. എല്ലാം ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാം ഒരാത്മാവിൽ നിന്നാണ്. ആർക്കും പ്രത്യേകതകളില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് സൂറത്തു നിസായിലെ 1-ാമത്തെ വചനം ഓതി കേൾപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ, നമുക്കറിയാം, ഇസ്ലാം സ്ത്രീയെ ആദരിക്കുന്നില്ല എന്നും സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിക്ക് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പെൺകുട്ടി അഥവാ ജനിച്ചാൽ ആ ജനിക്കുന്ന പെൺകുട്ടിയെ കുഴിച്ചു മൂടുകയായിരുന്നു അറബികളിലെ അന്നത്തെ പതിവ്. അവർ വളരുംതോറും അവർക്ക് വല്ലാത്ത ദുരഭിമാനമായിരുന്നു. വിശുദ്ധ ഖുർആൻ ആ കാര്യം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സൂറത്തുൽ നഹ്ലിലെ 58-ാമത്തെ ആയത്തിലാണ്. അല്ലാഹു പറയുന്നത് നോക്കൂ, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. അവർക്ക് ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത്, ജനിക്കപ്പെട്ടത് എന്ന സന്തോഷ വാർത്ത അവർക്ക് അറിയിച്ചു കൊടുത്താൽ, നോക്കൂ അല്ലാഹു ഉപയോഗിച്ച പദപ്രയോഗം നോക്കൂ. പെൺകുട്ടി ജനിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ അപമാനമായി കണ്ടിരുന്ന ഒരു വിഭാഗത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ ഓതിക്കേൾപ്പിക്കപ്പെട്ട വചനത്തിൽ അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗം വഇദാ ബുശ്ശിറ, പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത അവർക്ക് അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, അപമാനഭാരത്താൽ അവരുടെ മുഖം ഇരുണ്ടു പോവുകയാണ്. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇൻ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യബ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. അവർ ഒളിച്ചു
ഒളിച്ചു നടക്കുകയാണ്. ആളുകളിൽ നിന്നിട്ട് നിനക്ക് പെൺകുട്ടിയാണോ എന്ന് ആളുകൾ ചോദിക്കുന്നതിന് ആളുകളിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങാതെ അപമാനഭാരത്താൽ ഒളിഞ്ഞ് മറഞ്ഞു നടക്കുകയാണ് അന്ന് ആ കാലഘട്ടത്തിൽ അറബികൾ. പെൺകുട്ടിയാണ് ജനിച്ചത് എന്നതിന്റെ പേരിൽ അല്ലാഹു പറഞ്ഞു, അവര് ചിന്തിക്കുന്നത് എന്താ? ഈ അപമാനഭാരം സഹിച്ചുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ വളർത്തണോ, അതല്ല മണ്ണിൽ കുഴിച്ചു മൂടണോ? ഇതാ ആലോചിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ ചർച്ചകൾ എത്ര മോശകരമാണ്. ഇത് ബുശ്റയാണ്, ഇത് സന്തോഷ വാർത്തയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. അപമാനഭാരം അപമാനമാണെന്ന് തോന്നിയ ഒരു വിഭാഗത്തോട് ഇത് സന്തോഷമാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു, പെൺകുട്ടികൾ അപമാനമാണ്, പെൺകുട്ടികൾ ജനിച്ചാൽ അപമാനമാണ് എന്ന് തോന്നുന്നവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ജനിക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ അത് നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ കാന ലഹു സലാസു ബനാതിൻ, ഒരാൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടായി, ഫസബറ അലൈഹിന്ന വഅത്അമഹുന്ന വസഖാഹുന്ന വകസാഹുന്ന മിൻ ജിദത്തിഹി, അയാൾ സ്വയം അധ്വാനിച്ച് സമ്പാദിച്ച് ആ കുട്ടികൾക്ക് വസ്ത്രം നൽകുന്നു, ആ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നു, അതുപോലെ തന്നെ അവരുമായി ഉണ്ടാകുന്ന പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ അയാൾ ക്ഷമിക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നുള്ള ഒരു കവചമായി ആ പെൺകുട്ടികൾ നാളെ പാരത്രിക ലോകത്ത് വരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികൾ ആദരിക്കപ്പെടേണ്ടവരാണ്, പെൺകുട്ടികൾ പരിഗണിക്കപ്പെടേണ്ടവരാണ്, പെൺകുട്ടികൾക്ക് ഉന്നതമായ സ്ഥാനം നൽകപ്പെടേണ്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവമതിച്ച, പരിഗണനയില്ലാതെ പെൺകുട്ടികളെ നോക്കിക്കണ്ട ഒരു വിഭാഗത്തിന്റെ മുമ്പിൽ വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ വദമ്മ അസാബിഅഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, 2 പെൺകുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയാകുന്നതുവരെ അവരെ നന്നായി പരിഗണിച്ച് നോക്കി വളർത്തിയാൽ ഞാനും ആ പിതാവും ഇങ്ങനെയാണെന്ന് 2 വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പരലോകത്ത് ഞാനും ആ പിതാവും ചേർന്നു നിൽക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോടൊപ്പമായിരിക്കും അയാൾ സ്വർഗത്തിലെന്നാ പറഞ്ഞത്. അതെ, പെൺകുട്ടികൾ സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ എളുപ്പമാക്കി തരുമെന്ന്. തീർന്നില്ല, മറ്റൊരിക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കൂടെ ഗൗരവത്തിൽ പറഞ്ഞത്, മൻ കാനത് ലഹു ഉൻസ, ആർക്കെങ്കിലും ഒരു പെൺകുട്ടിയുണ്ട് എങ്കിൽ ഫലം യഇദ്ഹാ വലം യുഹിൻഹാ വലം യുസിർ വലദഹു അലൈഹാ, അതിനെ അവമതിക്കാതെ കുഴിച്ചു മൂടാതെ സ്ഥാനമാനങ്ങൾ നൽകി, വലം യുസിർ വലദഹു, പ്രത്യേകം ശ്രദ്ധിക്കണം, ആൺകുട്ടിക്ക് പെൺകുട്ടിയേക്കാൾ അല്പം പോലും സ്ഥാനം നൽകാതെ തുല്യമായി കൊണ്ട് വളർത്തിയാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അയാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. നോക്കൂ, സ്ത്രീക്ക് ജനിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ട, അത് അപമാനമാണെന്ന് കരുതിയ ആ കാലഘട്ടത്തിലെ ജനങ്ങളോടാ റസൂലുള്ളാഹി പറഞ്ഞത്, ആൺകുട്ടിയേക്കാൾ പെൺകുട്ടിയേക്കാൾ ഒരല്പം പോലും സ്ഥാനം നൽകാതെ 2 കുട്ടികളെയും തുല്യമായിട്ടാണ് അയാൾ വളർത്തുന്നതെങ്കിൽ അത് കാരണമായിട്ട് അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആദരവാണ്, എത്ര ശ്രേഷ്ഠതയാണ്, എത്ര ഔന്നിത്യമാണ് സ്ത്രീ സമൂഹത്തിന് ഇസ്ലാം നൽകുന്നത്. ഇനി ഉമ്മയാകുമ്പോൾ നമ്മൾ എത്രത്തോളം കേട്ടിട്ടുണ്ട്, മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാകുന്ന അവസ്ഥയിൽ സ്ത്രീക്ക് നൽകുന്നത് ഏറ്റവും മഹനീയമായ ആദരവാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത് അവരോട് ഏറ്റവും മാന്യമായി സംസാരിക്കണമെന്നും ഏറ്റവും മാന്യമായി വർത്തിക്കണമെന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും ഒരു തുറിച്ചു നോട്ടം പോലും മാതാവിന്റെ നേരെ ഉണ്ടാവരുതെന്നും സഗൗരവം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എത്രയെത്ര നമുക്ക് കാണാൻ കഴിയും.
സൂറത്തുൽ അഹ്കാഫിന്റെ 15ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണേ എന്നിതാ മനുഷ്യരോട് നാം വസിയ്യത്ത് ചെയ്യുകയാണ്, സഗൗരവം ഉപദേശിക്കുകയാണ്. അല്ലാഹ് അവിടെ നിർത്തിയില്ല. മാതാപിതാക്കളുടെ വിഷയം അല്ലാഹ് പറഞ്ഞു. എന്നിട്ടിതാ അല്പം കൂടെ പ്രത്യേകമായി കൊണ്ട് അല്ലാഹ് എടുത്തു പറഞ്ഞു, ഹമലതുഹു ഉമ്മുഹു ഖുർഹൻ വവദഅതുഹു ഖുർഹാ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ. ഇനി മാതാവിന്റെ കാര്യം എടുത്തു പറയുന്നു. അവിടെ പ്രത്യേകിച്ച് മാതാപിതാക്കളുടേത് ഒന്നിച്ചു പറഞ്ഞു. ശേഷം ഹമലതുഹു ഉമ്മുഹു ഖുർഹാ, നിന്റെ മാതാവ് നിന്നെ ഗർഭം ചുമന്നിട്ടുള്ളത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ്. വവദഅതുഹു ഖുർഹാ, ഒട്ടനവധി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് മാതാവ് നിന്നെ പ്രസവിച്ചിട്ടുള്ളതും. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ, അത് വളരെ ചെറിയൊരു കാലഘട്ടമായിരുന്നില്ല. നിന്നെ ഗർഭം ചുമന്നതും പ്രസവിച്ചതും അതിനുശേഷമുള്ള മുലയൂട്ടലിന്റെ കാലഘട്ടവുമെല്ലാം 30 ശഹ്റൻ, 30ഓളം മാസങ്ങൾ നിനക്ക് വേണ്ടി നിന്റെ മാതാവ് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നന്ദി കാണിക്കണം, അനാദരവ് കാണിക്കരുത്. ഉന്നതമായ ആദരവോടുകൂടെ നിന്റെ മാതാവിനെ നീ പരിഗണിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. എത്രയെത്ര ആയത്തുകൾ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു ആൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, മൻ അഹഖു ബിഹുസ്നി സഹാബത്തി, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായി പരിഗണിക്കേണ്ട, ഇടപെടേണ്ട, പെരുമാറേണ്ടത് ആരോടാണ് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക. ഒരു സംശയമില്ലാതെ, ഒരു ആലോചനയില്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മയാണ്. സഹാബി വീണ്ടും ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാ നബിയെ? ഉടനെ പ്രവാചകന്റെ രണ്ടാമത്തെ മറുപടി, ഉമ്മുക, അതിനും അർഹ നിന്റെ മാതാവ് തന്നെയാ. മൂന്നാമത്തെ ചോദ്യത്തിനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമ്മുക, നിന്റെ മാതാവ് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ആദരവിന് മൂന്നാമതും അർഹ. നാലാമത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂക്, നിന്റെ പിതാവാ, നിന്റെ ഉപ്പയ. 3 സ്ഥാനവും അർഹിക്കുന്നത് സ്ത്രീ എന്ന നമ്മുടെ മാതാവാണ്. നമ്മൾ ആലോചിക്കണം എത്രത്തോളം സ്ഥാനമാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുള്ളത് എന്ന നമ്മൾ പരിശോധിക്കണം. ഇത്തരത്തിലുള്ള ആയത്തുകൾ, ഹദീസുകളൊക്കെ ലഭിക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ മാതാവുമായിട്ട്, നമ്മുടെ പിതാവുമായിട്ട് എങ്ങനെയാണ് വർത്തിക്കുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നത് നമ്മളൊക്കെ പരിശോധിക്കേണ്ടത് ഇനിയുമുണ്ട്. ഭാര്യയാകുമ്പോൾ, നമ്മുടെ ഭാര്യമാരാകുമ്പോൾ സ്ത്രീകളെ എങ്ങനെ കാണണമെന്ന വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൽ നിസാഇന്റെ 19-ാമത്തെ വചനത്തിൽ വആശിറുഹുന്ന ബിൽ മഅറൂഫ്, ഏറ്റവും നല്ല രൂപത്തിലാവണം നീ സ്ത്രീകളോട്, ഭാര്യമാരോട് വർത്തിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. സ്ത്രീകളെ വേറിട്ട് കാണുകയല്ല. ഇന്നമൻ നിസാഉ ശഖാഇഖു റിജാൽ, സ്ത്രീകൾ വേറെയാ, പുരുഷന്മാർ വേറെയാണ് എന്നല്ല, സ്ത്രീകൾ പുരുഷന്മാരുടെ പാതിയാണ് എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവരെ മാറ്റി നിർത്തുകയല്ല. ഇങ്ങനെ ഏതേത് ഭാഗങ്ങൾ നോക്കിയാലും, ഏത് മേഖലകൾ പരിശോധിച്ചാലും സ്ത്രീകൾക്ക് മഹനീയമായ ആദരവുകൾ നൽകുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇവിഷയമായി വന്ന തിരുവചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മതി. ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമില്ലായിരുന്നു. എന്നാൽ ഇസ്ലാം അവർക്കത് നൽകി. ഇന്ന് വലിയ ഉന്നതമായ പുരോഗമനമുള്ള രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന നമ്മുടെ ചുറ്റുഭാഗത്തുള്ള രാജ്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പരിശോധിച്ചാൽ മതി. എപ്പോഴാ സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിനുള്ള, സ്ത്രീകൾക്ക് വോട്ടവകാശത്തിനുള്ള, അത്തരത്തിൽ സ്ത്രീകൾക്ക് അനന്തരാവകാശത്തിനുള്ള അവകാശങ്ങളൊക്കെ ലഭിച്ചത് എപ്പോഴാ എന്ന് നോക്കിയാൽ അങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുൻപൊന്നുമല്ല. 1960കളിലും 50കളിലും ഒക്കെ ലഭിച്ച ഉന്നതമായ പുരോഗതിയുണ്ട് എന്ന് നമ്മൾ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിലാണ് അതൊക്കെ ലഭിച്ചത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്
മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. അനന്തര സ്വത്തിൽ അവകാശമില്ലാത്ത സ്ത്രീകൾക്ക് അതിന് അവകാശം നൽകിയത് വിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ പിതാവ് പറയുന്ന, കുടുംബം പറയുന്ന ആളെ വിവാഹം ചെയ്യണമെന്ന നിയമമായിരുന്നു. പക്ഷേ ഇസ്ലാം കടന്നു വന്നുകൊണ്ട് ഇഷ്ടമുള്ള ആളെ വിവാഹം ചെയ്യാൻ സ്ത്രീക്ക് അവകാശം കൊടുത്തു. അല്ല, അതിനു മാത്രമുള്ള അവകാശമല്ല, അവൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ആ വിവാഹമോചനത്തിനുള്ള സ്വാതന്ത്ര്യം കൂടെ, അവകാശം കൂടെ വിശുദ്ധ ദീനുൽ ഇസ്ലാം അവർക്ക് വകവെച്ച് നൽകുകയാണ്. അതുപോലെ തന്നെ അവളുടെ സ്വത്ത് അത് കൈകാര്യം ചെയ്യുന്നത് ഭർത്താവിനോ പിതാവിനോ ഉള്ളതല്ല. അതിന്റെ സ്വത്ത്, അതിന്റെ കൈകാര്യകർത്തൃത്വം, അതിന്റെ അധികാരം പൂർണ്ണമായും അവൾക്കാണെന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതേ രൂപത്തിൽ തന്നെ വിവാഹ സമയത്ത് ലഭിക്കുന്ന മഹർ അത് പിതാവിന്റെ സ്വത്തായി മാറുമ്പോൾ വിശുദ്ധ ദീനുൽ ഇസ്ലാം കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അല്ല, അത് സ്ത്രീക്ക് അവകാശപ്പെട്ടതാ, അതിൻ്റെ അകത്ത് കൈകാര്യകർത്തൃത്വം പിതാവിനുള്ളതല്ല എന്ന് ഒട്ടനവധി നിയമങ്ങൾ സ്ത്രീക്ക് സുരക്ഷ നൽകുന്ന, സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, അവൾക്ക് ആദരവ് നൽകുന്ന, പരിഗണന നൽകുന്ന, ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകുന്ന ഒരുപാട് ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അതുപോലെ തന്നെ ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. ഈ വിഷയമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാ. സ്ത്രീ ഇസ്ലാമിന്റെ തണലിൽ സുരക്ഷിതയാണ് എന്നുള്ളതാണ് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ പുരുഷന്മാരെന്നുള്ള നിലയ്ക്ക് ഈ ശബ്ദം കേൾക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണനയും അള്ളാഹുവിന്റെ കൽപ്പനകളുമൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണെന്നും അത് പാലിക്കാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് എന്നും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പരലോകത്ത് നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നുള്ള ബോധത്തോടെ അത്തരം വിധിവിലക്കുകളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതേത് മേഖലകളിൽ നോക്കിയാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവളെ ആദരിക്കുന്ന, അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്ന, അവർക്ക് സുരക്ഷിതത്വം നൽകുന്ന വചനങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ പലപ്പോഴും പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ ചില നിയമങ്ങൾ സ്ത്രീകൾക്കുമുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ള നിയമം ഖുർആനിലും ഹദീസിലുമുണ്ട്. പുരുഷന്മാർക്ക് എന്തൊക്കെ ബാധ്യതകളാണ് സ്ത്രീകളോടുള്ളത് എന്നുള്ളത് ഖുർആനിലും ഹദീസിലുമുണ്ട്. അപ്രകാരം ചില നിയമങ്ങൾ സ്ത്രീകൾക്കുമുണ്ട്. പക്ഷേ ഇന്ന് ഫെമിനിസ്റ്റുകളും ഭൗതികവാദികളെന്ന് പറയുന്നവരും യുക്തിവാദികളെന്ന് പറയുന്നവരുമൊക്കെ അത്തരത്തിലുള്ള ചില നിയമങ്ങൾ എടുത്തു പൊക്കിപ്പിടിച്ചുകൊണ്ട് കണ്ടോ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ചില നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും അങ്ങനെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത്തരം വിധിവിലക്കുകൾ, എന്തിനാണ് അത്തരം വിധിവിലക്കുകൾ ഉള്ളത് നമ്മൾ പരിശോധിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 59-ാമത്തെ ആയത്തിൽ യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ ദാലിക അദ്നാ അല്ലാ യുറഫ്ന ഫലാ യുദൈൻ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹ് പറഞ്ഞു, നബിയെ, നിങ്ങളുടെ പെൺമക്കളോട്, ഭാര്യമാരോട്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട്, അവരോടൊക്കെ അവരുടെ ആ ശരീരത്തിൻ്റെ അലങ്കാരം കാണിക്കാത്ത രൂപത്തിൽ, ഭംഗി വെളിവാകാത്ത രൂപത്തിൽ, മറ്റുള്ളവരെ ആകർഷിപ്പിക്കാത്ത രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ പറയണം. അവരുടെ മൂടുപടങ്ങൾ അവരുടെ മാറിടങ്ങളിലൂടെ താഴോട്ടിടണം, അതവർക്കുള്ള നിയമമാണ് എന്നൊക്കെ. അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ ഖുർആനിലും ഹദീസിലുമൊക്കെ ആയിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു നിയമമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ മഅ ദീ മഹ്റം. ഒരു മഹ്റമില്ലാതെ, വിവാഹബന്ധം ഹറാമായ ഒപ്പമല്ലാതെ അന്യപുരുഷനും ഒരു അന്യ സ്ത്രീയും ഒന്നിച്ചാവരുത്. അവർ രണ്ടുപേരും ഒറ്റക്കാവരുത്. അത് സ്ത്രീയോട് മാത്രമുള്ളതല്ല, പുരുഷനോടും കൂടെ ഉള്ള നിയമമാണ് ഇത്. അവർ രണ്ടുപേരും ഒറ്റക്കാവാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹല്ലു ലിംറഅത്തിൻ അൻ തുസാഫിറ ഇല്ലാ വമഅഹാ ദു മഹ്റം മിൻഹാ. മഹ്റമില്ലാതെ യാത്ര പോവാൻ പാടില്ല. ഇതൊക്കെ സഹോദരങ്ങളെ എന്തിനാ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകാതിരിക്കാനാണോ? അല്ല, ഇതെല്ലാം സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്, സ്ത്രീയുടെ സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഇസ്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അസമാധാനം നൽകുന്ന, സുരക്ഷിതത്വത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ ഇസ്ലാം കൈവച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ ഇസ്ലാം പുരുഷന്മാർക്ക് നൽകിയതുപോലെയുള്ള ചില നിയമങ്ങൾ അവിടെ സ്ത്രീകൾക്കും നൽകിയിട്ടുണ്ട്. ഏതുപോലെ ആരാധനാ സ്വാതന്ത്ര്യമാണ് ഇസ്ലാമിൽ ഏറ്റവും വലുത്. സ്ത്രീകൾക്ക് പള്ളിയിൽ വരാം, ഇഅ്തികാഫിരിക്കാം, നമസ്കാരം നിർവഹിക്കാം, ജമാഅത്തുകളിൽ പങ്കെടുക്കാം. ഇതൊക്കെ ഹദീസുകളിലുണ്ട്. പക്ഷേ അവിടെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫി നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാർക്ക് ഏറ്റവും നല്ല സഫ് അത് മുന്നിലെ സഫ. പുരുഷന്മാർ മുന്നിലാണ് വേണ്ടത്. സ്ത്രീകളോ അവരേറ്റവും പിന്നിലാണ് ഉണ്ടാവേണ്ടത്. അവർ ഇടകലരരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. ഇതൊക്കെ എന്തിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരികൾക്ക്, സ്ത്രീകൾക്ക് അപകടങ്ങളില്ലാതിരിക്കാൻ ജൈവശാസ്ത്രപരമായിട്ട്, ബയോളജിക്കലായിട്ട് നമുക്കറിയാം, സ്ത്രീയും പുരുഷനും രണ്ടും രണ്ടാണ്. അവരുടെ വികാരങ്ങളും അവരുടെ ചിന്തകളും അവരുടെ ജീവിതക്രമങ്ങളും ഒക്കെ രണ്ടും രണ്ട് രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ നിഷേധിച്ചാലും പല സന്ദർഭങ്ങളിലും അവർക്ക് പല അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്തിചർച്ചകളിലൂടെ, മീഡിയകളിലൂടെ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം വാർത്തകളാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ തണലിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇസ്ലാമിന്റെ തണലിൽ സഹോദരികൾ, സ്ത്രീകൾ അവർ സുരക്ഷിതരാണ് മുസ്ലിമായി ജീവിച്ചാൽ. അതല്ല ഇതിന്റെ കെട്ടുപൊട്ടിച്ചു പോയാൽ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ, അവിടെയാണ് സ്വാതന്ത്ര്യമുള്ളതെന്നോ അവിടെയാണ് വ്യക്തിത്വ പരിഗണനയുള്ളത് എന്ന് നമുക്ക് തോന്നുന്നത് എങ്കിൽ അവിടെ അപകടമാണ്, വലിയ വലിയ ഗർത്തങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്നാണ് ആധുനിക ലോകത്തെ ഇന്നിന്റെ വാർത്തകൾ, സംഭവ വികാസങ്ങൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.